അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. കഴിഞ്ഞ ദിവസം ഒരു യുവതി വിളിച്ചു. സഫാന എന്നുള്ളതാണ് ആ പെൺകുട്ടിയുടെ പേര്. അവർ വിളിച്ചിട്ട് പറഞ്ഞു അവരൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് സഹായമാണ് വേണ്ടത് നിങ്ങൾക്ക്? അവരവരെ വീട്ടിൽ കയറ്റണില്ല. അപ്പം ഞാൻ വിളിച്ച് സംസാരിച്ചാൽ ഉമ്മാടുപ്പാടും സംസാരിച്ചാൽ ഉമ്മിപ്പിൻ തയ്യാറാവും വീട്ടിൽ കയറ്റാൻ. അപ്പോൾ ഒന്ന് വിളിച്ച് സംസാരിക്കാമോ എന്ന് വെച്ചു. അപ്പം പറഞ്ഞു ഞാനെങ്ങനെ മോളും ഉമ്മാടിപ്പാടും വിളിക്കണം, എന്താണ് എൻ്റെ പ്രശ്നം എന്താണ്? അപ്പോൾ പറഞ്ഞു അല്ല, സാറുടെ വീഡിയോ ഇടയ്ക്ക് ഉമ്മമ്മയൊക്കെ കാണലുണ്ട്, സാർ അവിടെ പരിചയമുണ്ട്, സാറൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രശ്നത്തിന് പരിഹാരമാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ എനിക്ക് വിളിക്കാൻ പറ്റില്ല, എന്താണ് പ്രശ്നം എന്നുള്ളത് അറിയണം എന്ന് പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടി പറഞ്ഞൊരു കാര്യം, നമ്മുടെ എല്ലാ പെൺകുട്ടികളുടെ രക്ഷിതാക്കളും പെൺകുട്ടികളും ഈ ഒരു സഫാനയുടെ ഒരു അനുഭവം നമ്മളൊക്കെ മറക്കാതിരിക്കണം. സഫാന നന്നായിട്ട് പഠിക്കാൻ മിടുക്കിയായ പെൺകുട്ടിയായിരുന്നു. സഫാനക്കൊരു ടിൻസ് ഉണ്ട്. ഈ ടിൻസ് പഠിച്ചത് ബാംഗ്ലൂരും ഇവള് പഠിച്ചത് നാട്ടിലെ കോളേജിലാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ബാംഗ്ലൂർ കൊണ്ടാക്കണ്ട, ബാംഗ്ലൂർ അതാണ്, ഡ്രഗ്സ് മാഫിയ ഉണ്ട്, മറ്റതുണ്ട്, മറിച്ചത്, ഒരുപാട് പ്രശ്നങ്ങളാണ്, ബാംഗ്ലൂർ കൊണ്ടുപോയാൽ ഭയങ്കര പ്രശ്നമാവും. ഇതൊക്കെ പറയുമ്പോഴും ഈ ബാംഗ്ലൂർക്ക് പോകുന്ന പെൺകുട്ടിയുടെ പിന്നിൽ ഒറ്റ ആഗ്രഹമാണ് നന്നായി പഠിക്കുക, നല്ലൊരു കോഴ്സ് വാങ്ങി നല്ലൊരു കരിയർ ഉണ്ടാക്കിയിട്ട് നല്ലൊരു ജീവിതം ഉണ്ടാക്കുക. പക്ഷേ ആരും അതിനെ അംഗീകരിച്ചു. പക്ഷേ അവളുടെ ഉമ്മയും ഉപ്പയും ഭയങ്കര ധൈര്യവാന്മാരാണ്. അവളെ ബാംഗ്ലൂരും കൊണ്ട് ചേർത്തു, ഇവളുടെ നാട്ടിലെ കോളേജിലും കൊണ്ട് ചേർത്തു. അവളവിടെ നന്നായി പഠിച്ചു, ഇവിടെ നന്നായി പഠിച്ചു. ഈ നാട്ടിൽ പഠിച്ചിരുന്ന ആളാണ് സഫാന. സഫാനയ്ക്കൊരു പ്രണയം ഉണ്ടായി. ആ പ്രണയം ഒരു അന്യമതസ്ഥനുമായിട്ടാണ് പ്രണയം. എന്തായാലും വീട്ടിൽ അംഗീകരിക്കില്ല എന്നുള്ളത് അവനക്ക് ഉറപ്പാണ്. ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഒരു PGക്ക് ചെയ്യുന്നൊരു സമയത്താണ് ഈ വിഷയമൊക്കെ പ്രണയമൊക്കെ വീട്ടുകാരെ അറിയുന്നത്. ഡിഗ്രിയുടെ തുടക്കകാലത്തെ തുടങ്ങിയൊരു പ്രണയമാണ്. അങ്ങനെ ഇവിടെ ഒരു വലിയ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. സഫാനക്കൊരൊറ്റ തീരുമാനമേ ഉള്ളൂ, ഒരിക്കലും ഞാൻ ഹിന്ദുവായിട്ട് മാറില്ല, ഞാൻ മുസ്ലിമായിട്ട് തന്നെ ജീവിക്കും. എന്നിട്ട് അവൻ്റെ കൂടെ ജീവിച്ചു. അവനിതുപോലെ ഇറക്കിക്കൊണ്ടുപോയി അമ്പലത്തിൽ പോയി അവനൊരു ഹിന്ദുവാണ്. അമ്പലത്തിൽ പോയി താലി ചാർത്തി രജിസ്റ്റർ മാരേജ് കഴിച്ച് വിവാഹം കഴിച്ചു. ഇവിടെ നിന്നിട്ട് ഒരുപാട് റീൽസൊക്കെ ഇട്ടു. എന്താണ് റീൽസ്? ഇവൾ നമസ്കരിക്കുന്ന റീൽസ്. ആ നമസ്കരിക്കുന്ന ഇവളുടെ ആ നിസ്കാര കുപ്പായിട്ട വേഷത്തിൻ്റെ മടിയിൽ ഈ ഒരു ഭർത്താവ് കുറിയൊക്കെ തൊട്ട് വന്ന് കിടക്കുന്നത്. ഇത് കണ്ട വീട്ടുകാരെ ഇടനെഞ്ച് പൊട്ടി. കാരണം തൻ്റെ മകള് ചെയ്യുന്ന പ്രവർത്തികൾ അവർക്കതിൻ്റെ ഗൗരവം മനസ്സിലാവും. ഇവൾക്ക് ഒറ്റ ന്യായമുള്ളൂ, ഞാൻ ഹിന്ദു ആയിട്ടില്ലല്ലോ, ഞാൻ ചെയ്യണത് എങ്ങനെ തെറ്റാവുക, ഞാൻ മുസ്ലിം തന്നെയല്ലേ, എൻ്റെ പേര് ഞാൻ മാറ്റിയിട്ടില്ല, മാറ്റാൻ വേണ്ടി വീട്ടുകാർ തയ്യാറായിട്ടില്ല. അങ്ങനെ ഭർത്താവിന് വേണ്ടി കുടുംബക്കാരെ മുഴുവനും ഉപേക്ഷിച്ചിട്ട് പോയൊരു പെൺകുട്ടിയാണ്. ഇപ്പോൾ 2-3 വർഷങ്ങളായി ഇവളുടെ ലൈഫ് എത്രയല്ല സന്തോഷകരല്ല. ഇവനിതുപോലെ പ്രണയിച്ചു കൊണ്ടുപോയി. ഇവനക്കൊരു ജിംനേഷ്യത്തിലാണ് ഇവൻ്റെ ജോലി ഉണ്ടായിരുന്നത്, ഒരു ജിം ട്രെയിനറാണ്. അവിടെ വന്ന മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഇപ്പോൾ പ്രണയത്തിലാണ്. ഇവളെ സംബന്ധിച്ചുള്ള ഇവള് പറയണത് ഞാൻ ഇസ്ലാം മതത്തിൽ മാറിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു പൊന്നുമോളെ നീ ചെയ്യുന്ന വ്യഭിചാരമാണ്, നിങ്ങളുടെ വിവാഹം എന്തല്ല ഇസ്ലാമിക നിയമപ്രകാരം ശരിയല്ല, ഇന്ത്യൻ നിയമപ്രകാരം രജിസ്റ്റർ മാരേജ് കഴിച്ചു, അതൊക്കെ ആയിക്കോട്ടെ, അതൊക്കെയാണെങ്കിലും ഈ അവസാനം മരിച്ചു എന്നാൽ ഇന്ത്യയുടെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലെ സെക്രട്ടറി അതൊന്നും അല്ലല്ലോ നമുക്ക് ഹിജാബിനുണ്ടാവുക, അതാരാ ഉണ്ടാവുക? പടച്ച റബ്ബിലുണ്ടാവുക. അപ്പോൾ പടച്ച റബ്ബിൻ്റെ ഒരു നിയമം വിശ്വാസിയാണ്. നീ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, നിസ്കാരത്തിൻ്റെ റീൽസ് ഇടുന്നുണ്ട്, നിസ്കാര കുപ്പായിടുന്നു, ദുആ ചെയ്യുന്നതുണ്ട്, അതിൽ തസ്ബീഹ് മാലുണ്ട്, ഇതൊക്കെ ഈ സിമ്പലൊക്കെ ഇസ്ലാമിൻ്റെ ആണല്ലോ, അല്ലാതെ പഞ്ചായത്ത് സെക്രട്ടറിയുടേതോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള റവന്യൂ വിഭാഗത്തിൻ്റെ ഒന്നും അല്ലല്ലോ. അതൊക്കെ ചെയ്യുമ്പോൾ പൊന്നു മോളെ നീ ചെയ്യുന്ന വ്യഭിചാരല്ലേ. അപ്പോൾ അവിടെയാണ് ഈ പെണ്ണിൻ്റെ പ്രശ്നം ഉണ്ടായത്. ഏതോ ഒരു ഉസ്താദിനോട് പറഞ്ഞത്ര എങ്ങനെ ഇതിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇസ്ലാം ആവണം, ഇസ്ലാമായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിവാഹം കഴിച്ചാൽ ആ വിവാഹം മതപരമായിട്ട് സാധുവാവുള്ളൂ എന്ന് ഉസ്താദ് പറഞ്ഞപ്പോൾ അവൾ ഹസ്ബൻഡിനോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം, പേരിനെങ്കിലും നിങ്ങൾ ഹിന്ദുവായിട്ട് തന്നെ നടന്നോളൂ, പക്ഷേ എൻ്റെ മതപരമായ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ പേരിനൊരു ഇസ്ലാം മതം സ്വീകരിച്ച് രേഖയിലൊന്നും വേണ്ട. ഒറ്റ കാര്യം ഉസ്താദ് പറഞ്ഞ കാര്യങ്ങളാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് ചൊല്ലുക. അത് സാക്ഷ്യം വഹിക്കുക. സാക്ഷ്യം വഹിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വ്യഭിചാരികളാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിക്കാഹ് കഴിപ്പിച്ചു തരാം. നിങ്ങൾ ചെയ്യുന്നത് വ്യഭിചാരമാവരുത് എന്നുള്ളൊരൊറ്റ ആഗ്രഹമുള്ളൂ. അങ്ങനെ ഈ പെണ്ണ് എന്നിട്ട് ചെങ്ങായിനോട് പറഞ്ഞു ഇങ്ങനൊരു സംഭവമുണ്ട്, നിങ്ങളൊന്ന് ഉസ്താദിനോട് സംസാരിക്കാമെന്ന്. ഉസ്താദിനോട് സംസാരിച്ചു. ഉസ്താദിനായപ്പോൾ ഇയാളോട് നല്ല പൊളിച്ചാട്ടം കാട്ടി ചെങ്ങായി. നിങ്ങൾ എന്താ വിചാരിച്ചത്? ഞാൻ ഒരിക്കൽ പോലും എൻ്റെ ഭാര്യയോട് എൻ്റെ മതത്തിൽ നിന്ന് മാറാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളെന്തിനാണ് എന്നോട് ഇങ്ങനെ പടച്ചോനെ പറ്റിക്കണമെന്ന് പറഞ്ഞിട്ട് അയാൾ തയ്യാറല്ല. ആ തയ്യാറല്ലാത്തടത്തുനിന്നാണ് ഈ തൻ്റേത് മുഴുവൻ വ്യഭിചാരമാണെന്നുള്ള തോന്നൽ ഇവൾക്കുണ്ടായി. അവിടുന്നാണ് ഇവർ തമ്മിൽ മാനസികമായിട്ട് അകലുന്നത്. ആ അകൽച്ചയിലാണ് ഇവൻ വേറൊരു റിലേഷൻഷിപ്പിൽ പോകണം. ഇവൻ പറഞ്ഞു ഞാനൊരു പീഡിപ്പിക്കില്ല, നിനക്ക് ഇഷ്ടം പോലെ നിൻ്റെ മതം പോലെ ജീവിക്കാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കിയിട്ട് എൻ്റെ വാപ്പാൻ്റെമാരുടെ അടുത്ത് പോയിക്കോ, ഞാൻ തടയുന്നില്ല എന്നൊരു വാക്ക് അവൻ്റെ നാവിൽ നിന്ന് വീണു. അങ്ങനെ വീട്ടിൽ കയറാൻ നോക്കുമ്പോൾ വീട്ടുകാരിത് കയറ്റൂലല്ലോ, വീട്ടുകാർ കയറ്റാൻ തയ്യാറാവില്ല. അപ്പോഴാണ് ഇവരെന്നെ വിളിക്കുന്നത്, എനിക്ക് നിന്ന് രക്ഷപ്പെടണം, എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാൻ പറ്റുമോ? നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഇപ്പോൾ കാണുന്നൊരു സിസ്റ്റം എന്താണെന്നറിയോ?
ഇപ്പോൾ എനിക്കറിയാവുന്ന പലരുണ്ട്, മറ്റു മതങ്ങളിലുള്ളപ്പോൾ ഒരു ഹിന്ദു പെൺകുട്ടിനെ കല്യാണം കഴിക്കാം, ഒരു മുസ്ലിമായ ആൾ കല്യാണം കഴിക്കാം. പക്ഷേ നിങ്ങൾ മതപരമായ വിവാഹം കഴിക്കാത്തിടത്തോളം കാലം ചെയ്യുന്നത് വ്യഭിചാരമാണ്. അത് ഈ തലമുറ മനസ്സിലാക്കുന്നില്ല. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ ആ കുഞ്ഞ് വ്യഭിചാരത്തിലുണ്ടാകുന്ന ഒരു കുഞ്ഞാണ്. എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ, ആളുകൾക്ക് ഇസ്ലാം മതത്തിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് ആളുകൾ മാറി. ഇന്ന് എത്രയോ കുടുംബങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ പ്രണയ പ്രശ്നങ്ങൾ. ചില കുടുംബക്കാർക്ക് സ്വന്തം മതത്തിൽ നിന്നുള്ള ഒരാൾ തന്നെ പ്രണയിക്കുകയാണെങ്കിൽ പോലും വല്ല കഞ്ചാവോ അല്ലെങ്കിൽ ലഹരിയുടെ അഡിക്റ്റായ ആളോ ഇങ്ങനത്തെ നോക്കിയിട്ടേ പ്രണയിക്കുള്ളൂ. അത് പ്രണയിക്കുന്ന ഒരാളെ വീട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. 10-20 വയസ്സ് വരെ വളർത്തിണ്ടാക്കിയ വാപ്പാനും ഉമ്മാനേക്കാളും കുറച്ച് വർഷങ്ങളായി മാസങ്ങളായി പരിചയമുള്ള കാമുകനെയാണ് ഇവർക്ക് വിശ്വാസം, അല്ലെങ്കിൽ കാമുകിയാണ് വിശ്വാസം. എന്തൊക്കെ ദുരിതങ്ങളിലാണ് ആ മാതാപിതാക്കൾ പറഞ്ഞാൽ എന്നെ കെട്ടണമെന്നൊന്നുമില്ല. കിട്ടുമ്പോൾ നിങ്ങൾ ഒരല്പം ഒന്ന് കോമൺ സെൻസ് യൂസ് ചെയ്തൂടെ? ഇതെൻ്റെ മതമാണോ, ഇതെൻ്റെ സമുദായമാണോ, ഇതെൻ്റെ കുടുംബത്തിന് ചേരുന്ന ഒരാളാണോ? നിങ്ങൾ തമ്മിൽ മാനസികമായിട്ട് അടുപ്പുണ്ടാവുന്നുള്ള ഈ അടുപ്പുണ്ടല്ലോ, ആ അടുപ്പം പിന്നീട് മാറും. അതുതന്നെയാണ് ഈ പെൺകുട്ടിക്കും സംഭവിച്ചത്. ലൈഫ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ആ പ്രണയനാളിലുണ്ടായിരുന്ന സ്നേഹബന്ധങ്ങളൊക്കെ അതങ്ങോട്ട് വിവാഹമായിട്ട് ഒരു ബർക്കത്തില്ലാത്തൊരു വിവാഹത്തിലേക്ക് പൊന്നുമക്കളെ നിങ്ങൾ നടക്കരുത്. നിങ്ങൾ ഏത് മതക്കാരനെ കല്യാണം കഴിക്കുകയാണെങ്കിലും അതിലൊരു ദൈവികമായ അനുഗ്രഹം ഉണ്ടാവണം. ഒരു മുസ്ലിമിന് ഒരു മുസ്ലിമായ ഒരാളെയാണ് വിവാഹം കഴിക്കാൻ പറ്റുക. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അതെങ്കിലും ഒന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾ വേറെ മതക്കാരെ വിവാഹം കഴിക്കുന്നതിനൊന്നും പ്രശ്നം. നമ്മുടെ രാജ്യത്തെ നിയമം അനുസരിച്ച് ഇഷ്ടമുള്ള മതക്കാരെ കല്യാണം കഴിക്കാം. പക്ഷെ കല്യാണം കഴിക്കുമ്പോൾ അതിലൊരു വ്യഭിചാരമായിട്ട് മാറരുത്. ആ മാറരുത് എന്ന് നമ്മൾ പറഞ്ഞാൽ നമ്മളപ്പോൾ നേരം പുലരാത്ത ഒരാളോ അല്ലെങ്കിൽ 6-ാം നൂറ്റാണ്ടിൻ്റെ പ്രതീകമൊക്കെ ആയിട്ട് ചിത്രീകരിക്കുകയാണ്. എത്രയോ കുടുംബങ്ങൾ അങ്ങനെ. അപ്പോൾ നിങ്ങൾക്ക് സൊല്യൂഷൻ ഇതാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾ രേഖയിലൊന്നും വരാതെ തന്നെ മതം മാറിയിട്ട് നിങ്ങൾ ആ ഒരു വ്യഭിചാരം എന്ന് പറയുന്ന ആ സർക്കിളിൽ നിന്ന് മാറുക. ഏറ്റവും മോശം പ്രവൃത്തിയാണെന്ത്? ഇതുപോലെയുള്ള അധാർമിക വിവാഹങ്ങൾ. പല കുടുംബത്തെ രക്ഷിതാക്കളും ഇത്തരം വിവാഹങ്ങളെ കണ്ണടച്ചിട്ട് അംഗീകരിക്കുന്നുണ്ട്. അതായത് പെൺകുട്ടികൾ പോയാൽ ഭയങ്കര ബഹളം ഉണ്ടാക്കും. ഒരു പെൺകുട്ടി അന്യമതസ്ഥൻ്റെ കൂടെ പോയിട്ട് മറ്റു മതം സ്വീകരിക്കുകയാണെങ്കിൽ മുസ്ലിം വാപ്പാരുമാരും ഗംഭീര ബഹളമാണ്. ഓളെ ഒരിക്കലും വീട്ടിൽ കയറ്റൂല. തിരിച്ചൊരാൺകുട്ടി ഇതുപോലെ ഒരു ഹിന്ദു പെൺകുട്ടിയോട് കൊണ്ടുവന്നാൽ ഒരാൺകുട്ടിയല്ലേ, എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് മിണ്ടാണ്ട് നിൽക്കുന്ന ഉമ്മാനും വാപ്പാനും എനിക്കറിയാം. ഞാനൊരു ഉമ്മാടും വാപ്പാടും സംസാരിച്ചിട്ടുണ്ട്. മകൻ ഇതുപോലെ ഒരുത്തിനെ പിടിച്ചുകൊണ്ട് വന്നു, ഒരു ഹിന്ദു പെൺകുട്ടിനെ സ്നേഹം നടിച്ച് കൊണ്ടുവന്നു. അവൾ ഹിന്ദുവായിട്ട് ജീവിക്കുന്ന, അവൻ മുസ്ലിമായിട്ട് ജീവിക്കുന്ന. ആ വീട്ടുകാർക്ക് ആദ്യം പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു, പിന്നെയാണ് അംഗീകരിച്ച്. ഇതേപോലെ ഇവൻ്റെ അനിയത്തി മുസ്ലിമായ ഇവൻ്റെ അനിയത്തി ഒരു ഹിന്ദു ചെക്കനെ പ്രണയിച്ച് പോയപ്പോൾ വീട്ടുകാർ അംഗീകരിച്ചില്ല. ഇവൾ ചോദിച്ചൊരു ചോദ്യം, ഇക്കാക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്താ എനിക്ക് പറ്റിയാലെന്നുള്ളതാണ്. കാരണം മൂത്തവനെ കണ്ടാൽ പഠിക്കുക. അപ്പോൾ വീട്ടുകാർ മൂത്ത മകൻക്ക് വേണ്ടിയിട്ട് ഒരു ഹിന്ദു പെൺകുട്ടിയെ ഹിന്ദുവായിട്ട് തന്നെ അവിടെ വളരാനും ജീവിക്കാനും ഒക്കെ സമ്മതം കൊടുക്കുകയാണ്. ഇത് ആര് കണ്ടു പഠിക്കുകയാണ്? പെൺകുട്ടികൾ കണ്ടു പഠിക്കുകയാണ്. പല ഉമ്മമാരും ഇതൊക്കെ പുരോഗമനം എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെ തോന്നിവാസങ്ങളാണെന്നറിയോ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? എന്ത് തോന്നിവാസത്തിനും പേരെന്താണ്? പുതിയൊരു കാലല്ലേ, പുതിയ ചിന്തല്ലേ? എത്ര മോശമാണെന്ന് നിങ്ങൾ എന്നെ ആക്ഷേപിച്ചാലും ഞാൻ പറയും, ഇത്തരം വിവാഹങ്ങൾ എന്തല്ല, ശരിയല്ല. പെൺകുട്ടികളെ നിങ്ങൾക്ക് പ്രണയം സ്വാഭാവികമായിട്ട് ഉണ്ടാകുമ്പോൾ നിങ്ങളൊന്ന് കോമൺ സെൻസ്, പ്രണയിക്കുമ്പോൾ കോമൺ സെൻസ് ഇല്ലല്ലോ. എന്നാലും നിങ്ങളൊന്ന് ആലോചിക്കുക. ഈ ഒരു സ്നേഹം നിങ്ങൾക്ക് എല്ലാ കാലത്തും ഉണ്ടാവില്ല. ഈ പെൺകുട്ടിക്ക് സഫാനക്കുണ്ടായ അനുഭവം പോലെ അവസാനം വീട്ടിൽ കയറ്റാൻ വാപ്പാനും മാനും കരഞ്ഞ് കാല് പിടിച്ചാലും അഭിമാനികളായ വാപ്പിയമ്മയും തയ്യാറായില്ലെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങളിങ്ങോട്ട് വരണ്ട. എന്താ വെച്ചാൽ അത്തരം പെൺകുട്ടികളാണ് പിന്നീട് എവിടെയെങ്കിലും ജീവൻ ഒടുക്കിയിട്ടോ അല്ലെങ്കിൽ ആ ദുരിത ജീവിതത്തിലോട് മുന്നോട്ട് പോയിട്ടോ മറ്റോ കാണുന്നത്. നമ്മൾ ഇന്നാൾ കോഴിക്കോട് നിന്ന് കേട്ടില്ലേ, ഒരു നല്ല മംഗലാപുരത്ത് പഠിക്കാൻ പോയൊരു പെൺകുട്ടി ഒടുവിൽ എന്താ ചെയ്തത്? ജീവനൊടുക്കി. അത് ഇഷ്ടപ്പെട്ട പ്രണയിച്ച ഒരാൾ പിന്നെ വേറൊരുത്തിനോടാ പ്രണയം. ഇങ്ങനെ നമ്മുടെ ലൈഫ് നമ്മൾ ബർക്കത്തില്ലാതെ തുടങ്ങിയോ ആ ലൈഫ് ബർക്കത്തില്ലാത്ത രീതിയിലേ അവസാനിക്കുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞൊരു വീഡിയോക്ക് ചോദ്യം ചോദിച്ചിരുന്നു, ഒരു കണ്ണ് കാണാത്ത ഒരു പ്രവാചകൻ ആരാണെന്ന്. യാക്കൂബ് നബി അലൈഹിസ്സലാം. അതാണ് ശരി ഉത്തരം. എല്ലാവരും ആൻസർ ആയത്. നമ്മളിത് ചോദിക്കുന്നൊരു ചോദ്യം. ഒക്ടോബർ 2 ഗാന്ധി ജയന്തിയാണ്. ഈ ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ ഒരു മകൻ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. ആ ഇസ്ലാം മതം സ്വീകരിച്ച മകനെ ആദ്യമല്ല ഗാന്ധിജി അങ്ങനെ അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഏത് പേരാണ് ഗാന്ധിജിയുടെ മകൻ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഏത് പേരാണ് സ്വീകരിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ 2 പേര് ഞാൻ പറയാം. ഒന്ന് അബ്ദുള്ള, മറ്റൊന്ന് അബൂബക്കർ. ഇതിലേത് പേരാണ് ഗാന്ധിജിയുടെ മകൻ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഉപയോഗിച്ച പേര്? അതാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.